എൻ്റെ പേര് വിമല. തിരുവനന്തപുരം വല്യവേളിയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എങ്ങും കൗൺസിലിംഗ് കൂടിയിട്ടില്ല. അത് ഞാൻ പറയുന്നതൊക്കെ അവർ കേൾക്കുമെങ്കിലോ എന്നുള്ള വിഷമമായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ അനിയൻ്റെ ഭാര്യയെ കുറേ നാളുകൊണ്ട് എന്നെ വിളിക്കുന്നു, ഇവിടെ വന്ന് ധ്യാനം കൂടണം എന്ന്. അങ്ങനെ ഈ പ്രാവശ്യം ഓരോ മാസവും ഞാൻ അവളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും വരണമെന്ന് വിചാരിച്ചു. ഞാൻ വന്നു, ധ്യാനം കൂടി, കുമ്പസാരിച്ചു, എൻ്റെ പാവങ്ങളും എല്ലാ പ്രയാസങ്ങളും പറഞ്ഞു. കൺവെൻഷൻ അപ്പം 2 ദിവസം കൊണ്ട് കൗൺസിലിംഗ് കൂടാത്തത് കൊണ്ട് ബ്രദർ പറഞ്ഞ് കൗൺസിലിങ്ങിന് പങ്കെടുക്കാത്തവർ ബാക്കിൽ പോകുന്നു. അപ്പോൾ ഇവരെല്ലാം പരിശുദ്ധാത്മാവ് വന്നിട്ട് എന്നെ ബാക്കിൽ പോയാൽ എനിക്കെങ്ങനെ പരിശുദ്ധാത്മാവ് വരും എന്നുള്ള സങ്കടമായി. അവസാനം അയ്യോ ഇനി അപ്പോൾ കൗൺസിലിംഗ് കൂടിയിട്ടായിരിക്കുമല്ലോ വരുന്നത്. ഏതായാലും ദൈവമേ ഇന്നെങ്കിലും കൗൺസിലിംഗ് നടക്കണേ. എന്നെ കൊണ്ടുപോയ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് നാളെ ഞങ്ങൾക്ക് പോകാനുള്ളതാണ്, പക്ഷേ ഇന്ന് കൗൺസിലിംഗ് എനിക്ക് കൂടിയേ പറ്റൂ. അപ്പോൾ എന്നെ കൊണ്ടുപോയി കൗൺസിലിംഗ് കൂടിയിട്ട് വന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ശരിക്കും എൻ്റെ അടുത്ത് വന്നു. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് തറയിൽ വീണ എൻ്റെ തലയെങ്ങാനും പൊട്ടുമെങ്കിലോ എന്ന് പേടിച്ച് ദേഹം ഇങ്ങനെ ഒരു തരിപ്പ് പോലെ കയറി വന്ന് കൈയൊക്കെ ഇങ്ങനെ വന്ന് കുഴഞ്ഞു വന്നപ്പോൾ ഞാൻ കസേരയിൽ അങ്ങിരുന്നു. പിന്നെ ബ്രദർ ഇന്ന് വന്ന് ഞാൻ ഇങ്ങനെ ഒരുമാതിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു. അപ്പം ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ അങ്ങ് പരിശുദ്ധാത്മാവ് കയറി വരുന്ന ഒരു അനുഭവം വന്നപ്പോൾ ബ്രദർ വന്ന് ഇങ്ങനെ കുരിശ് വെച്ച് പ്രാർത്ഥിച്ചത് ഞാനങ്ങ് കുഴഞ്ഞു വീണു. പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പരിശുദ്ധാത്മാവോട് എന്നെ നീങ്ങിയിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് പോണതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ ദേഹത്ത് കൂടുന്നെങ്കിലോ അതും കാത്ത് ഞാൻ പ്രാർത്ഥനയിൽ അതിൽ ലയിച്ചിരുന്ന സമയം പൊത്തനാവന്ന് എൻ്റെ മുട്ടിടിച്ച് പൊടാന്ന് പറഞ്ഞങ്ങ് മുട്ടിലങ്ങ് അവരെ തല വന്ന് ഇടിച്ച് അവരങ്ങ് തറയെ വീണു. അയ്യോ എൻ്റെ മുട്ടേന്ന് ഞാൻ വിളിച്ച് കരഞ്ഞതിന് മുമ്പേ കാല് മൊത്തത്തിൽ അങ്ങ് നീരായി. ഞാൻ പറഞ്ഞു എന്നെ നാളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരും. ഞാനൊരു ഹൈപ്പർ തൈറോയിഡിൻ്റെ രോഗിയെ അറ്റാക്ക് വന്ന് ICUലൊക്കെ കിടന്നൊരു രോഗിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഗുളിക ഇപ്പോഴും ബാഗിലിരിക്കുന്നു. അറ്റാക്കിൻ്റെ ഗുളികയും കഴിച്ചില്ല, BP-യുടേത് തൈറോയിഡിൻ്റെ 150 മില്ലിയാണ് ഒന്നും കഴിച്ചില്ല ഈ നിമിഷം വരെയും. എന്നിട്ട് മനസ്സിലൊരു പേടി, ദൈവമേ ഇനി BP എങ്ങാനും കയറുമോ. അപ്പം ഞാൻ ധ്യാന കേന്ദ്രത്തിലല്ലേ ഇരിക്കുന്നത്, ഇനി ഏതായാലും ഒന്നും വരൂല. ഈ നിമിഷം വരെയും ഗുളികയും കഴിച്ചില്ല. അപ്പോഴത്തേക്ക് ബ്രദറിൻ്റെ അടുത്ത് ആരാണ്ട് പറഞ്ഞ് എൻ്റെ കാല് മെഡിക്കൽ കോളേജിൽ പോകാതിരിക്കുകയാണെന്ന്. ബ്രദർ ഒരു കുരിശും കൊണ്ട് ഓടി വന്ന് ജപമാല അമ്മയുടെ കണ്ണീര് രക്തക്കണ്ണീര് ജപമാലയും കൊണ്ട് ബ്രദർ ഓടി വന്ന് എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ മുട്ടിൽ വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഒരു 2 മിനിറ്റ് പോലും എടുത്തില്ല. അതിനു മുമ്പ് എൻ്റെ കാല് നേരെയായി. ഞാൻ നടന്നതാണ്ടേ ഡാൻസ്. പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കരഞ്ഞു കൂവിയിരിക്കുക, എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണേ, എൻ്റെ കാല് പോയേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു സെക്കൻഡ് കൊണ്ട് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. നന്ദി പറഞ്ഞ് കരടിച്ച്